അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാഹിനയുടെ മനസ്സിൽ ഭയമാണിപ്പോൾ. പഠിച്ചോനെ, എൻ്റെ കയ്യിലാണ് സ്വർണ്ണം ഡയമണ്ടും. അത് ഞാനിങ്ങനെ കൂടെ കൊണ്ടു നടന്നാൽ എനിക്ക് പേടിയാണ്. ആരാൻ്റെ ഒരു മുതലും എനിക്ക് വേണ്ട റബ്ബേ. ഞാൻ അതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, എടുക്കാനും പാടില്ല. എന്തിനാപ്പോൾ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്വർണം കൊടുത്തിട്ടുണ്ടാവുക ആ കുട്ടിക്ക്. പാവം, അവരാണെങ്കിൽ കുറച്ച് പാവപ്പെട്ട ഫാമിലി ആണെന്ന് തോന്നുന്നു. എന്നിട്ട് എടുക്കാൻ തോന്നിയല്ലോ ഈ റഷീദ് ഉമ്മാക്ക് ഓലെ സ്വർണ്ണം ഡയമണ്ടൊക്കെ. താഴെ അതാ കാല് കെട്ടി കിടക്കുകയാണ് റഷീദ് ഉമ്മ. ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. മോൾട്ടി പറഞ്ഞു, ഉമ്മ ഞാൻ മക്കളേതായാലും അവിടെ അല്ലേ, ഓരും കൂട്ടി ഇങ്ങോട്ട് വരാം. അല്ലാതെ കുട്ടികൾ അവിടെ ഞാൻ ഇവിടെ ആകുമ്പോൾ ശരിയാവില്ല. പിന്നെ 4 ദിവസം കൊണ്ട് ഇക്ക വരികയും ചെയ്യും, എനിക്കിപ്പോൾ പ്രയാസമായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കാലൊക്കെ കേടന്ന് കിടക്കുകയാണ്. ശരിയാണ്, എനിക്കിവിടെ ആവശ്യമാണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു, കുട്ടികളെ കൊണ്ടുവരണ്ട. അതെന്ത് ഉമ്മ? കുട്ടികളെ കൊണ്ടുവന്ന ഇവിടെ ഉള്ള സാധനമൊക്കെയും കേട് വരുത്തും. ഓലവിടെ നിന്നോട്ടെ, ഇജ്ജ് ഇവിടെ നിന്നോ, അതായിരിക്കും നല്ലത്. ഉമ്മ, മക്കളില്ലാതെ ഒരു രാത്രി പോലും ഞാൻ നിന്നിട്ടില്ല. പിന്നെ ഇക്കാക്ക് അത് ഇഷ്ടമുണ്ടാവില്ലമ്മ. മക്കളെവിടെ, ഞാൻ വിടി. എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ പറയണത്? പിന്നെ കുട്ടികൾ ഇവിടെ വന്ന് കുട്ടികൾക്ക് അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ സാധനങ്ങൾ കേടെടുത്തരും. പിന്നെ കണക്കിലേറെ തീറ്റയും കാര്യമാകുമ്പോഴേ തൽക്കാലം ഓലവിടെ നിൽക്കട്ടെ, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോവാം. ഉമ്മയുടെ അപ്പോഴത്തെ ആ ഒരു സ്വഭാവം കണ്ട് ശരിക്കും അതാ മോൾട്ടി ഞെട്ടി പോവുകയാണ്. എൻ്റെ റബ്ബേ, എന്താ റബ്ബേ ഇതിങ്ങനെ? എൻ്റെ പെറ്റ ഉമ്മയാണല്ലോ, എന്താ ഉമ്മ ഇങ്ങനെ ഒരു കാര്യക്കാരത്തെയായ കാട്ടുക? ഉമ്മ, മക്കൾ ഇല്ലാതെ എനിക്ക് കഴിയൂലമ്മ. ഞാൻ ഇവിടെ എന്തപ്പോൾ മക്കൾ ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടെന്താ? ഒന്നുമല്ല, അപ്പൻ്റെ ബാപ്പാക്ക് ഇങ്ങനെ കുറേ വാരി വലിച്ച് കൊടുന്നിട്ടുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ കേടെടുത്തിട്ട് ഞാൻ നിയന്ത്രിക്കാനില്ലല്ലോ. ഞാൻ ഇവിടെ മൂലക്കിലായില്ലേ. എന്നാലും ഇങ്ങോട്ട് കാട്ടിക്കൂട്ടിയൊരു ഇത്. ഓളാണ് എന്നെ കൊല്ലാൻ നോക്കിയതാ ഷായിന, എണ്ണ മറിച്ചുകാണ്ട്. ഉമ്മ, നിങ്ങൾ എന്തിനാ ഓളങ്ങനെ കുറ്റം പറയണത്? നിങ്ങൾ കാൽമ എണ്ണ തേച്ച് തന്നല്ലേ ഓള് പറഞ്ഞത്? അതൊക്കെ ഓള് പറയും, അതിൻ്റെ അപ്പുറം പറയും. ഇപ്പം എന്നോട് തർക്കുത്തരം പറയാൻ നടക്കണോള്. പഴയ പോലെ ഒന്നല്ല, ആദ്യമൊക്കെ ഓള് പാവമായിരുന്നു. ഇപ്പോൾ പണിക്ക് വിളിച്ചപ്പോൾ ഇവളെ സ്വഭാവം മാറി, പിന്നെ കൊല്ലാൻ നടക്കണ്. ഉമ്മ, നിങ്ങളെ താഴെ വന്ന് ഓള് തള്ളിയിട്ടതോ അങ്ങനെ ഒന്നും അല്ലല്ലോ. നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകാമെന്നത്? എനിക്കാണ് പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ വീടല്ലേ, എനിക്ക് അവിടെ എന്തൊക്കെ സംഭവിക്കണമൊക്കെ എനിക്കങ്ങോട്ട് പോയി നോക്കേണ്ടി വരും. ഉമ്മ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോളി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. മോൾട്ടി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആടി, അഹങ്കാരം തന്നെയാണ് എനിക്ക്. എനിക്കിപ്പോൾ എന്താ ഇമ്മല്? എനിക്കിപ്പോൾ എൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉണ്ടാന്ന് പറഞ്ഞേക്കാരം അല്ലേ? ഉമ്മ, എന്താ എൻ്റെ കുട്ടികളില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയൂല. ഉമ്മാക്ക് എന്താ സാധനങ്ങൾ കെടുത്ത് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവപ്പിച്ചോളാം. എന്നോട് ഇക്ക പറഞ്ഞിരിക്കണ, ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഓലെ കൊണ്ട് ചിലവൊന്നും ആക്കിപ്പിച്ചരുത്, അതിനുള്ള പൈസ ഒക്കെ ഞാൻ അങ്ങോട്ട് തരാമെന്നുള്ളത്. ഉമ്മ, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇക്ക എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത്. ഒരിക്കലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിൽക്കുകയാണെങ്കിലും ഓൾക്ക് ചിലവിനുള്ളതും അതൊക്കെ ഞാൻ തന്നോളമ്മ. ചിലവാണല്ലോ വലിയത്. ഇവിടെ ഓരോ സാധനങ്ങൾ കേടുവരുത്തുമല്ലേ, അതും ഇതാ കാട്ടിയിട്ടും അത് വലിച്ചിട്ടും കർട്ടൻ വലിച്ചിട്ടും അവിടെ മേടിയിട്ടും ഇവിടെ മേടിയിട്ടും അങ്ങനെ. പഠിച്ചോനെ, വല്ലാത്തൊരു ഇത് ആയിപ്പോയി. മക്കളെ കൊണ്ടുണ്ടെന്ന് മോൾട്ടി മനസ്സിൽ വിചാരിച്ചു. എന്താടി പിറക്കണേ? എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോ. അങ്ങനെ ഉണ്ട് കയ്യും റഷീദ. എന്തേ എനിക്കിപ്പോൾ അത്ര പോകണമെന്നുണ്ടാവൂലേ? ഉമ്മ, മക്കളില്ലാതെ ഉമ്മ ഇക്ക സമ്മതിക്കൂല നിൽക്കുക. എനിക്ക് കഴിയൂല. മക്കളിട്ട് കണ്ട് ഇങ്ങനെ ഉമ്മ ഞാൻ നിൽക്കുക? മക്കളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കുക. ഇക്കയാണല്ലോ. ആരാടി? അത് ഇക്കയാണ്. തുടങ്ങി. ഹലോ ഇക്ക. വലൈക്കും അസ്സലാം. എന്താടി ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നീ മെസ്സേജ് അയച്ചപ്പോൾ കുറച്ച് സംസാരിക്കാനൊന്നും പറ്റിയതില്ല എനിക്ക്. ഇക്ക, ഉമ്മയുടെ കാലിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് ശരി. എന്ത് പറ്റി? വീണല്ലേ? എന്തിനാണ് ഉമ്മ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? കോണിൻ്റെ മുകളിൽ കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് കയറിയത്? അവിടെ ഇപ്പോൾ ആളില്ലേ, പിന്നെ ഇപ്പോൾ എന്തിനാ മുകളിലേക്ക് കയറിയത്? അത് എന്താ അറിയില്ല, ഉമ്മ എന്താ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ മക്കൾ എവിടെ? ഉമ്മാൻ്റെ അടുത്ത് തന്നെ
എന്നാൽ മക്കളെ പോയി കൊണ്ടുവരാൻ പറയാം ഉപ്പാനോട്. അത് കേട്ടപ്പോൾ മോൾട്ടി ഒന്നും മിണ്ടിയില്ല. പഠിച്ചോനെ അല്ല അത് എന്തേടി ഒന്നും മിണ്ടാത്തത്? മക്കളവിടെ അല്ലേ? മക്കള് നിന്നെ കാണാനായിട്ട് വിഷമിക്കുന്നുണ്ടാവും. അവരെ കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അവിടെ അനിയ ഉണ്ടാവും, ഓനൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഞാൻ പറയണോ മക്കളിങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാനേ? ഇക്ക അത് വേണ്ട. അതെന്താ പിന്നെ? നീ ഇവിടെ മക്കളെവിടോ? അത് പറ്റില്ല കേട്ടോ. നീ നിൽക്കുന്നിടത്ത് തന്നെ മക്കൾ നിർത്ത്. മക്കൾക്ക് വിഷമാവും, ഞാനും കൂടി ഇല്ലാത്തതാണ്. ഉമ്മ നോക്കാനായിട്ടല്ല, പക്ഷേ അങ്ങനെയല്ലല്ലോ, അങ്ങനെ ശീലമായിട്ടില്ലല്ലോ. നീ ചെല്ല്, അല്ലെങ്കിൽ അവരിങ്ങനെ വിളിച്ചു കൊണ്ടുപോവാ. അല്ലെങ്കിൽ അനിയനോട് ഞാൻ പറയുന്നത് വേണ്ടത്. ഉമ്മ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മക്കൾ അങ്ങോട്ട് കൊണ്ടുള്ള പരിപാടിക്ക് തോന്നുന്നുണ്ട്. അതിനേക്കാൾ ഓൾ അങ്ങോട്ട് പോവാണ്. എനിക്കിപ്പോൾ എന്താ, എൻ്റെ കാലുകൊണ്ട് നടക്കാൻ വയ്ക്കാത്ത കേടേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇവിടെ എത്തിക്കിട്ടിയവനെ പറയേണ്ടി വരില്ല. അവളെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പൊട്ടിത്തെറുപ്പ് ഏറിയാണ്. മറ്റേത് ഞാൻ അങ്ങനെ പിന്നാലെ നടന്ന് ഇതാക്കണം. ഇതിപ്പോൾ അതിനെ കൊണ്ട് കഴിയൂലല്ലോ. മോൾട്ടി ഫോണുമായി അതാ മറ്റ് റൂമിലേക്ക് പോകുന്നു. ഓള് ഞാൻ കേക്കും ചുറ്റു പോയതാണ്. ഇക്ക അത് ഉമ്മ ഇവിടെ കിടപ്പിലായ സ്ഥിതിക്ക് മക്കളെ കൊണ്ടുവന്നാൽ അവരിനിപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചാടി മറിഞ്ഞ വണ്ടി. അതിപ്പോൾ എന്താ പെണ്ണ് നീ പറഞ്ഞു? മക്കളാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ? മക്കളാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ? അടങ്ങിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് സുഖമില്ലാത്ത കുട്ടികളാണോ അടങ്ങിയിരിക്കാൻ? മോൾട്ടിയെ നിനക്കെന്താ മക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സത്യം പറ. ഇല്ലിക്ക അങ്ങനെയൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാനേ അനിയനോട് വിളിച്ച് പറയാം. വിളിച്ച് പറഞ്ഞിട്ട് അവനങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരും കേട്ടോ. ഇനി ഉപ്പാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. മോൾട്ടി ഒന്നും മിണ്ടയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവളുടെ മക്കൾ വരുന്നു. ചെറുതിനെ അവൻ എടുത്തിട്ടുണ്ട്. മോനെ ഇങ്ങോട്ട് കയറിക്കോ. കയറല്ലെത്താ, ഞാൻ പോട്ടെ. ഇവിടെ ഉമ്മ വീണ് കാലുകൊണ്ട് സുഖമില്ലല്ലേ? ഉമ്മ ആ റൂമിലാണ്. ഞാൻ കാണുന്നത് പ്രശ്നമാവോ? മോനെ അതിനിപ്പോൾ എൻ്റെ കുട്ടിഞ്ഞിപ്പോൾ തൽക്കാലം പോയിക്കോളൂ. ഉമ്മ അവിടെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അല്ലിത്ത എന്തെങ്കിലും വിചാരിക്കുമോ കാണാഞ്ഞാൽ? അങ്ങനൊന്നുമില്ലടാ. കുട്ടികൾ വന്നപ്പോൾ മോൾട്ടിക്ക് സന്തോഷമായി. പക്ഷേ ഉമ്മ എവിടെ ഉമ്മമ്മ കിടക്കണത്? മൂത്ത കുട്ടി ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മോൾട്ടിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പഠിച്ചോനെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവൻ കേൾക്കുക? അവൾ നേരെ അതാ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞ വാക്ക് ഇനി കേട്ടില്ലല്ലേ? എന്നോട് ഞാൻ പറഞ്ഞില്ല മക്കളോട് കൊണ്ടുവരണം എന്നുള്ളത്. മക്കൾ കയറി വരുമ്പോഴാണ് ഉമ്മ അങ്ങനെ പറയുന്നത്. ശരിക്കും മോൾട്ടിക്കത് വല്ലാതെ വേദനിച്ചു. എൻ്റെ റബ്ബേ, പേരക്കുട്ടികൾ ഇഷ്ടമില്ലാത്തതിൽ ആരെങ്കിലും ഉണ്ടാവുമോ? പെര കേടെടുത്തും സാധനം കേടെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഉമ്മാൻ്റെ പരാതി. പഠിച്ചോനെ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ എന്തോരം സ്നേഹമുള്ള ആൾക്കാരാണ് റബ്ബേ. ഈ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ പ്രയാസമാണ്. ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് പോയിക്കോളാം. പിന്നെ ഇക്കും വരുമല്ലോ. ഇന്ന് പോയാൽ എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ ഷായനുണ്ടല്ലോ, അത് മതി. മോൾട്ടി എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു പോയി. റബ്ബേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ റബ്ബേ. എന്നാൽ ഈ സമയം ഷാഹിനയെ അതാ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഉമ്മ. മോളെ ഷാഹിന, മോളെ ഉമ്മാൻ്റെ കുട്ടി ഇവിടെ വന്നാണേ. എന്തിയോ ഉമ്മ? ഉമ്മക്ക് കുറച്ച് ചുടുവെള്ളം കൊടുത്തന്നാളെ. അപ്പോൾ അതിനാണ് പൂതി. ഒരു ചുടുവെള്ളം ചൂട് മതിട്ടാ. ഉമ്മ. അങ്ങനെ അതാ ഷാഹിനയെ വല്ലാതെ ഉമ്മ സ്നേഹിക്കുന്നു. പക്ഷെ മോൾട്ടിയോട് തീരെ ഒരു സ്നേഹവും കാണിക്കുന്നില്ല. മോൾട്ടി ചോറ് കൊണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതൊക്കെ എന്തിനാ, ആർക്കാണ് ജീ വിളമ്പി കൊടുന്ന് വെച്ചിക്കണേ? ആണോ വേണ്ടച്ചിട്ട് ഇങ്ങനെ ചോറ് വിളമ്പല്? മോൾട്ടി എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അത് തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ കണ്ടില്ലേ, തിന്നാനും തരാതായി, പട്ടിണിക്കിടാനല്ലേ? അങ്ങനെ ഒരു ജാതിരി രീതിയിലുള്ള സംസാരങ്ങളും കാട്ടിക്കൂട്ടലുകളും ഉമ്മാക്ക്. സത്യം പറഞ്ഞാൽ മോൾട്ടിക്ക് നിൽക്കുവാൻ അവിടെ കഴിയുന്നില്ല. ഈ സമയം ഷാഹിന ഉമ്മ ഏതെങ്കിലും കിടപ്പിലായി. ഇനിയിപ്പോൾ ഉമ്മ കുറേ കാട്ടിക്കൂട്ടില്ലേ എല്ലാവരെയും. ഇനി ഞാനും ഇവിടെ കുറച്ചൊന്ന് ഭരിക്കട്ടെ. കുറേ ഭരിച്ചിക്കണല്ലോ എല്ലാവരും, വരച്ച വരമ്പ് നിർത്തിയിട്ട്. ആ ദിവസം എങ്ങനെയൊക്കെയോ മോൾട്ടിയും മക്കളും അവിടെ നിന്നു. എന്താണെന്നറിയില്ല, ഉമ്മാക്ക് അവളോട് ഭയങ്കര ദേഷ്യവും ഭയങ്കര ചീത്ത പറച്ചിലൊക്കെ. മക്കളൊക്കെ അതെടുത്തിട്ടും ഇതെടുത്തിട്ടും അവിടെ വെക്കൂട്ടി, നിങ്ങൾ പേരാണ് പൊളിച്ചാളി, അതിനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ അപ്പോഴേ ഓളോട് പറഞ്ഞേക്കണ് കുട്ടികളുണ്ട് കൊണ്ടുവരണ്ട എന്നുള്ളത്. ഉമ്മ ഇക്ക പറഞ്ഞേ, ഇക്ക എന്താന്നില്ലേ ഓനക്കറിയില്ലല്ലോ.
ഓനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ ഇതൊക്കെ ഓരോ പൊട്ടിത്തെറുപ്പ് എന്നൊക്കെ എനിക്ക് അറിയാലോ ഓലത് അതൊന്നും ഓനക്ക് അറിയില്ലല്ലോ. ഉമ്മ മക്കളാവുമ്പോൾ ഇജ് തൽക്കാലം പോവുക നല്ലത്. ഇവിടെ നിന്നാലേ ഒരു സുഖം തരൂല. ഈ മക്കളൊരു സമാധാനം ഞങ്ങൾക്ക് അവിടെ കയറിയിട്ടും ഇവിടെ കയറി മറിഞ്ഞിട്ടും ഇതാക്കിയിട്ടും എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചെന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ അതുമായി. മക്കളുണ്ടായിക്കൊണ്ട് ഇവിടെ നിൽക്കണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. മക്കളില്ല നിന്നോ. ഉമ്മ മക്കളില്ലാതെ എങ്ങനെ അമ്മ ചെറുതിനൊക്കെ വിട്ട് എങ്ങനെയമ്മ നിൽക്കുക? അങ്ങനെ എത്ര ആൾക്കാരുണ്ട് നിൽക്കണ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഉമ്മാർക്കൊക്കെ സുഖമില്ലാതാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം മക്കള്. അല്ലാതെ കുട്ടികളും മക്കളൊക്കെ പെറുക്കി കെട്ടി കൊണ്ടുവന്ന് ഇവിടെ നിർത്തലല്ല ചെയ്യുക. ഇതുപോലെ നോക്കാനേ ഒഴിവുണ്ടാവുള്ളൂ. എന്നാൽ ഈ സമയം ഷാഹിന ആ സ്വർണം ആരുടെ അടുക്കൽ കൊടുക്കും? ഉപ്പയുടെ അടുക്കൽ ഒരു പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ എന്നെ സംശയിക്കും, അത് ഉറപ്പാണ്. കാരണം ഇത് പിടിക്കപ്പെടും എന്നുള്ള കള്ളിക്ക് കിട്ടിയതാണ് എന്നതാണ് എന്ന് ഉപ്പ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കും. ഇനി ഉപ്പയും പോകണമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച. ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? തൽക്കാലം വീട്ടിലെ ആരും അറിയണ്ട. തൽക്കാലം സിനുവിൻ്റെ നമ്പർ ഒപ്പിച്ചെടുത്തിട്ട് കാര്യങ്ങൾ പറയാം. സിനുവിൻ്റെ ഫ്രണ്ട് ജസീൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ ആ ഗോൾഡും ഡയമണ്ടും അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തോളും. അല്ലാതെ ഇവിടെ ആയാൽ എന്തൊക്കെ തന്നെയാലും സംശയത്തിന് ഇടവരുത്തും. തൽക്കാലം ഉമ്മാനെയും ഒന്ന് പറ്റിപ്പിക്കണമല്ലോ. അത് ഒരുപാട് എല്ലാവരെയും കബളിപ്പിച്ച് നടന്നതാണ്. ഷായിന, എന്തോ ഉമ്മ? വിറക് വരിന്ന് വിറകെടുക്കാൻ നിൽക്കണ്ട കേട്ടാ. വീണ്ടും ഉമ്മയുടെ ഇല്ലില്ല, വിറക് വരിക്ക് ഞാൻ പോയിട്ടൊന്നുമില്ല. അവിടെ പുറത്തുണ്ടാവും ഇഷ്ടം പോലെ. അവിടെ കണ്ട് എടുത്തു കൊടുന്നു. തൊടു പോയി കുറച്ചുകൊണ്ട് കത്തിച്ചടുത്ത് കൊടുന്നോളൂ. ഇജ് മോൾട്ടും പോയിക്കാണ്ട് വിറക് വരി തീർക്കണ്ടട്ടാ. അത് തൊടന്നെ വേണ്ട, അതവിടെ നിൽക്കട്ടെ. എന്തിനാണാവോ വിറക് വരിത്തെ ഇത് മരിക്കുമ്പോൾ കൊണ്ടുപോകാനേക്കും. ഉള്ളതൊക്കെ എടുത്ത് കത്തിക്ക് ഉപയോഗിക്കല്ലേ വേണ്ടിയത്. പക്ഷെ ഇതങ്ങനല്ല, ഒന്നും തൊടാനും എടുക്കാനും പറ്റൂല. ഒക്കെ വേറെ തൊടു പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉമ്മയുടെ മനസ്സിൽ മെയിനായിട്ട് മറ്റൊന്നും അല്ലായിരുന്നു. ആ ഒരു ഗോൾഡും ഡയമണ്ടും അതെങ്ങനെങ്കിലും ഞാൻ ഒത്തുക്ക് വെക്കണം. ഈ പോലീസിൻ്റെ അന്വേഷണം കാര്യങ്ങളൊന്നും കയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് അങ്ങനെ വിട്ടു കൊടുക്കൂല. സ്ത്രീധനും പൊന്നുറ്റൊക്കെ വന്നിക്കണേ തിരക്കടില്ല. ഇതാണ് കൊണ്ടുവന്നത് പോലെ മുഹ്സിനെ വന്നപ്പോൾ. ഇതും കൂടി അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഇപ്പം എന്താ നമുക്കൊരു ലാഭം ഉണ്ടായത്? ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. കാലൊടിഞ്ഞിട്ടും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല റഷീദ ഉമ്മാക്ക്. പിറ്റേ ദിവസം മോൾട്ടി കുട്ടികൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നതിടയിൽ ചെറിയ കുഞ്ഞിൻ്റെ കൈ തട്ടി ഗ്ലാസ് അതാ നിലത്ത് വീണ് പൊട്ടുന്നു. തുടങ്ങി നശിപ്പിക്കൽ. സാനിയ പഠിച്ചോനെ, ഉമ്മ ഒച്ച കേട്ടോ? വേടത്തെ കേട്ടോ, മക്കളെ കയ്യിൽ നിന്നത് വീണു. മക്കൾ അബ്ബേ കല്ലെങ്കിലെ പേടിയാണ്. സാനിയ, എന്താ ഇവിടുക്ക് നാവില്ലേ തൊള്ളിയിൽ? എന്തു ഉമ്മ? എന്താ ഇവിടെ ഒച്ചപ്പായിട്ടത്? ക്ലാസ് പൊട്ടിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ വന്ന ദിനേ ഒഴിവുള്ളില്ലേ ക്ലാസ്സും പാത്രം പൊട്ടിക്കണേനെ? അതാണ് ഞാൻ പറഞ്ഞത് ഈ കുട്ടികളെ അടുപ്പിക്കണ്ട എന്നുള്ളത്. കുട്ടികൾക്ക് അവിടെ തറവാട്ടുങ്ങൾ ഓരോ തള്ളി ഓലൊക്കെ ഇല്ല അവിടെ നിന്നോടോൽക്ക്. എന്തിനപ്പോൾ ഇങ്ങോട്ട് ഈ വലിച്ചേറ്റി കൊടുന്നതെന്നാ? ഇവിടെ ഞാൻ അത് സുഖമില്ലാതെ കെടുക്കുകയാണ്. അതൊന്നും ഓൽക്ക് അറിയില്ലേ? ഓൽക്ക് വേഗം ശല്യം കൊണ്ട് ഒഴിവാക്കണം. ഇപ്പോൾ കണ്ടില്ലേ സാധനങ്ങൾ കേടെടുത്ത് തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ ഓരോന്നങ്ങനെ കേടെടുത്തു. പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് ഉപ്പ വന്നു. എന്താ ഇവിടെ? അതിപ്പോൾ അറിയാതെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ്. ഒരു ഗ്ലാസ് അല്ലേ, ഒരു ഗ്ലാസ് വീണിന് അത്രയും ഒച്ചപ്പാട്? ഒരു ഗ്ലാസ്സിന് ഏറി വന്ന 10, 15, 20 രൂപ ഉള്ളൂ. അത് വീണ് പൊട്ടീനാണ് ഇപ്പം ഇത്രമാത്രം. അത് കുട്ടികളെ കയ്യിൽ നിന്ന് കൽപ്പിച്ചുകൂട്ടി കാട്ടിയതല്ലല്ലോ റഷീദ. എൻ്റെ കാലുകൊണ്ട് വയ്യായിട്ട് എൻ്റെ തൊള്ളക്കൊരു അടക്കമില്ലല്ലോ. ഈ കാലിന് പറ്റി എൻ്റെ തൊള്ളക്കും കൂടി ആയ എത്ര സുഖം ഉണ്ടായിരുന്നു. പറഞ്ഞോളി എന്നെ നല്ലോണം പറഞ്ഞോളി. ഇപ്പം നല്ല സുഖമായല്ലോ. തന്തക്കും മക്കൾക്കും മരക്കും സുഖമായി ഇവിടെ നിൽക്കാലോ. ഞാനേതായാലും ഇവിടെ മൂലക്കിലായല്ലോ. ഞാൻ ഇവിടെ നിൽക്കണമെന്നില്ല. ഞാൻ തിങ്കളാഴ്ച പോകും. എനിക്കിത് ഇഷ്ടമില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. അന്നെങ്ങനെ പേടിച്ച് എൻ്റെ കീഴിൽ കുറേ നിന്ന് മടുത്തു. ഇനി ഞാൻ വരുന്നുമില്ല. മോൾട്ടി ഉപ്പയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഉപ്പ, മോളെ മോളും പോകൂലേ? പിന്നെ ഇപ്പം എന്തിനാ ആർക്ക് വേണ്ടി ഇവിടെ നിൽക്കണത്? ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടോ? ഒരിക്കലും കഴിയൂല അവളെ പൊറപ്പിക്കാൻ. ഉപ്പ മുഖത്ത് നോക്കി തന്നെയാണ് അത് പറഞ്ഞത്. അത് കേട്ട് റഷീദ ഉമ്മാക്ക് ദേഷ്യം അരിച്ചു കയറുന്നു. എന്നാൽ വേറെ പെണ്ണ് കെട്ടിക്കൊള്ളി തന്തേ, നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. എന്നാൽ സുഖമായല്ലോ. ഏതായാലും ഞാൻ ഇവിടെ കാലുകൊണ്ട് വയ്യാതെ മൂലക്കിലാ കിടക്കുക. നിങ്ങളൊരു പെണ്ണാണ്ട് കെട്ടിക്കോളി.
നിങ്ങൾ പെണ്ണ് കെട്ടി ഇവിടെ സുഖമായാണ് ജീവിച്ചോളൂ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ആയല്ലോ അല്ലേ? അതേ വേണമെന്നുണ്ട് ഞാൻ അങ്ങനെയും ചെയ്യും. എന്താ? ഉപ്പയുടെ പെട്ടെന്നുള്ള ആ ഒരു മറുപടി ഒരിക്കലും റഷീദ് ഉമ്മ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തേ, എനിക്കെന്താ പെണ്ണ് കിട്ടൂലെന്നുണ്ടപ്പോഴും സ്വഭാവം എൻ്റെ ദിനം പ്രതി മോശമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ആ പണി ചെയ്യൂട്ടോ, എൻ്റെ മുമ്പൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടുവരും, ഇത് നോക്കിക്കോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നിട്ട് വേണം ഇങ്ങോട്ട് കയറി വരി, കാല് ഞാൻ വെട്ടി നിർക്കും രണ്ടെണ്ണത്തിൻ്റെയും. പെണ്ണ് കിട്ടണത് വയസ്സാം കാലത്ത് അതിൻ്റെ ഒരു പൂതി കണ്ടില്ലേ? അപ്പോൾ എന്താ, ഈ എന്നല്ല പറഞ്ഞത്, എനിക്ക് നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്നതിന് നിൽക്കുക. പക്ഷേ ഈ എൻ്റെ സ്വഭാവം പറ്റേ മോശമാക്കി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കാല് ഒടിഞ്ഞ് കിടന്നിട്ട് നാവിനൊരു സുഖമില്ലല്ലോ. ആ കുട്ടി ഗ്ലാസ് പൊട്ടിച്ചു അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിൻ്റെ കേടാണ് എനിക്ക്? ഉപ്പ വേണ്ട, ഒന്നും പറയണ്ട, ഞങ്ങൾ പോയിക്കോളാം. മോളെ, എൻ്റെ കുട്ടി പോവേ? ആ ഉപ്പ ഞാൻ പോയിക്കോളാം. മക്കളെ അവൾ പെട്ടെന്ന് ധൃതിയിൽ മാറ്റി കൊടുക്കുന്നു. പോരി മക്കളെ, നമുക്ക് പോവാം. ഉപ്പ ഞങ്ങളൊന്ന് ആക്കിത്തരുമോ? മോളെ, ഇന്നലല്ലേ വന്നത്, അപ്പം ഇന്ന് തന്നെ ഇപ്പോൾ ഓര് ചോദിക്കൂലേ ഒന്നുമില്ലെങ്കിൽ എന്ത് പറ്റി, എന്താ പെട്ടെന്ന് വന്നതെന്നൊക്കെ? ഉപ്പ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ഇക്കും വരും. അല്ലാതെ ഇവിടെ ഓള് പോയിക്കോട്ടെ, നിങ്ങളെന്തിനാ ഓളം പിടിച്ചിക്കണേ? ഞാൻ പറഞ്ഞേക്കണോട് മക്കളെ ഉണ്ടെങ്കിൽ ഈ അവിടെ തന്നെ നിന്നോ. ഒറ്റക്കാണെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്നുള്ളത്. അത് കുട്ടികൾ പരത്തിയിട്ടും വലിച്ചിട്ടിട്ടും പൊട്ടിച്ചിട്ടും കേടുവരുത്തിയിട്ടും എല്ലാ സാധനം നശിപ്പിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. റഷീദ, എനിക്ക് ദുനിയാവിനുള്ള അഹങ്കാരം എപ്പോഴും മാറിയിട്ടില്ല. ദുനിയാവിൽ എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കങ്ങനെ പലതും ആവശ്യമുണ്ടാവും. പക്ഷെ ഇവിടുത്തെ സാധനങ്ങൾ കേടുവരുത്താനും തൊടാനും ഒരു കുട്ടിനെ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എൻ്റെതാണ്, അതിനൊരു മാറ്റമില്ല. ഉപ്പയുടെ മുമ്പിലേക്ക് ഗർജിച്ചുകൊണ്ട് അതാ വീണ്ടും റഷീദ് ഉമ്മ. പഠിച്ചവനായിട്ടാണ് എന്നെ കാല് മുറിച്ചിവിടെ മൂലക്കിലിട്ടത്, അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരെ വെച്ചക്കൂല. മോൾട്ടി മാറ്റി ഒരുങ്ങി. ഉപ്പ നമുക്ക് പോവാം. സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ തന്നെയാണ് അവൾക്ക് ഈ പ്രാവശ്യവും അനുഭവപ്പെടുന്നത്. വേഗം പൊയ്ക്കോളി, അതാ നല്ലേ, നിങ്ങൾക്ക് അവിടെ ആൾക്കാരുണ്ടല്ലോ. ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് ശരിക്കും പറഞ്ഞാൽ മോൾട്ടിയുടെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പൊട്ടി. പഠിച്ചവനെ, എന്നും തന്നെയാണ് സ്ഥിതി, വരാതിരിക്കുക നല്ലത്. ഉപ്പ. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉപ്പ ഞങ്ങളെ കൊണ്ടാക്കി തന്നോളി, ഞങ്ങൾ പോയിക്കോളാം. ഇവിടെ നിൽക്കാൻ ഉമ്മ സമ്മതിക്കൂല. മക്കളെ, നിങ്ങൾ കരയല്ലേ? ഇൻഷാ അല്ലാ നിങ്ങളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരാൾ എത്താനായല്ലോ. പിന്നെ ഇപ്പം എന്താ, എനിക്ക് ടെൻഷനില്ല ഓൻ്റെ കാര്യത്തിൽ. എൻ്റെ മരുമകൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല കുട്ടിയെ. പഠിച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കണ്ണീരോടെ മോൾട്ടി മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. എൻ്റെ റബ്ബേ, എങ്ങനെയാണ് ഇനിയിപ്പോൾ? എല്ലാവരും ഉമ്മ ആട്ടിപ്പയച്ചു. ഇനിയിപ്പോൾ ഷായനുള്ളത്, ഇനിയിപ്പോൾ ഓളെങ്ങനെയൊക്കെ നോക്കാലോ. എല്ലാവരും പ്രതിരോധിക്കാൻ കഴിവില്ലാത്തവരും പൂച്ചകളും ആയിപ്പോയി. അതാണ് ഒന്നാമത്. നീ മരുമകൾ എങ്ങനെയാവോ? മോൾട്ടി ഓരോന്ന് ഓർത്തുകൊണ്ട് അതാ കാറിൽ കയറി. മുഴുവനായിട്ട് ഒരു നിശബ്ദത. മക്കളൊക്കെ സംസാരിച്ചിട്ടും അവൾക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എന്താ മോളെ, ഉപ്പാൻ്റെ കുട്ടി എന്തൊന്നും മിണ്ടാത്തത്? ഉപ്പയുടെ ചോദ്യം. ഉപ്പ ഒന്നുമില്ലപ്പാ. അല്ല, ഉപ്പ തിങ്കളാഴ്ച പോകുന്ന ഉറപ്പാണോ? ആ മോളെ, ഞാൻ പോകണം ഇൻഷാ അല്ലാ. എന്തായാലും അവിടെ അറബിയും ഉള്ളിടത്തോളം കാലം നമുക്ക് പഠിച്ച റബ്ബിൻ്റെ സഹായം കിട്ടും. കാരണം അവർ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ഇവിടെ നരകത്തിൽ ജീവിക്കണേക്കാളും നല്ലത് അവിടെ തന്നെയാണ്. എന്താന്നാവും എൻ്റെ ഉമ്മാൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാവരും ആട്ടിപ്പയച്ച് എന്തൊക്കെ തന്നെ ഒരു ഷായനുണ്ട് അവിടെ. ഇനിയിപ്പോൾ എന്തൊക്കെ ആയിത്തീരുമോ ആവോ, അതോ അതിനും ആട്ടി പുറത്താക്കിയിട്ട് ഒറ്റക്ക് ഭരിക്കോ എന്താവോ അറിയില്ല. അങ്ങനെ അതാ മോൾട്ടിയെ ഉപ്പ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നു. പഠിച്ചോനെ, ഉമ്മമാൻ്റെ കുട്ടികൾ വന്നോ? സ്നേഹത്തോടെ അവരുടെ ഉമ്മ ആ മക്കളെ അതാ വാരിയെടുക്കുന്നു. മോൾട്ടിയെ എങ്ങനെയുണ്ട് ഉമ്മാക്ക്? ഉമ്മ ഇപ്പോൾ ഇവിടെ നാത്തുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ മക്കളെയും കുട്ടി ആയിക്കോട്ടെ, അതന്നെ നല്ലത്. ഞാനും വിചാരിച്ചിരിക്കണ കുട്ടികളൊക്കെ ആയിട്ട് എനിക്ക് കഴിയോ എന്നുള്ളത്. ഇവിടെ ആകുമ്പോൾ കുട്ടികളൊക്കെ നോക്കാൻ ഞാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉമ്മ എന്തുമ്മക്ക് പറ്റിയതാവല്ലേ? ഉമ്മ സ്റ്റെപ്പിൻ്റെ അവിടുന്ന് വീണെന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയാവോ. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. തുള്ളി വെള്ളമൊന്നും ആയി പോയാലുണ്ടല്ലോ പിന്നെ കാലും എണ്ണ വെച്ചിരുന്നു, തൈലം തേച്ചിരുന്നോ, അതൊക്കെയുള്ള പറഞ്ഞു കേട്ടത്. ഉമ്മ അതൊക്കെ മാറിക്കോളും. മക്കളെ, ഉമ്മമ്മൻ്റെ കുട്ടികളെവിടെ? നിങ്ങൾ എപ്പച്ചി വരുമല്ലോ ഇപ്പോൾ 2 ദിവസത്തിന് ഉള്ളിലല്ലേ? മോൾട്ടിയെ, ഓൻ വിളിച്ചിനടി? വിളിച്ചിരുന്നു. എന്ന് ഡേറ്റ് ഉറപ്പിച്ചിരിക്കണോ? അത്
2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സർപ്രൈസ് ആക്കിയിട്ട് അതും പറയുന്നുണ്ട്. എന്താ അറിയില്ല. മോൾട്ടിയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം നിറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്തപ്പോൾ. എന്നാൽ വീട്ടിൽ നിന്ന് ഷാഹിന വിചാരിക്കുകയായിരുന്നു, അല്ല മോൾട്ടി തൻ്റെ കയ്യിൽ അതുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ, അല്ലേ വേണ്ട, അത് ഞാൻ കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമായിരിക്കും, എന്തെനിക്കറിയില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.